ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മോഹൻരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി വേലുവിനോട് പറയുകയാണ്, നിങ്ങൾ ഏതായാലും രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഏതായാലും പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പുറത്തേക്ക് പോയി അങ്ങനെ നിൽക്കുക. അപ്പോൾ വേലു നമ്മുടെ അമലുവിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, എന്തിനാണ് അമലു ഇങ്ങനെ കിടന്ന് കരയുന്നത്? നിനക്ക് ഞാനില്ലേ, എപ്പോഴും നിനക്ക് തുണയായിട്ട് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇവരൊക്കെ നല്ലവരാ, നമ്മളൊക്കെ എന്തൊരു സഹായിക്കുന്നുണ്ട് ഇവർ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേലുവേട്ടൻ എന്നെ സ്നേഹിക്കാനുള്ള ഒരു അർഹതയും വേലുവേട്ടനില്ല, കാരണം ഞാൻ ചീത്തയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അത് കൊള്ളാം, നീ ചീത്തയാണോ നല്ലയാണോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? നീ നീ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 10ാം ക്ലാസ് തോക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ഇതുകൊണ്ടിട്ടാണ് നിനക്ക് ഒരു ഭംഗിയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ സമ്പന്നനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിന്റെ മനസ്സ് മാറിപ്പോയത്, അയാളിലേക്ക് അടുത്തത്. അല്ലാതെ വേറൊരു തെറ്റും നീ ചെയ്തിട്ടില്ലല്ലോ അമലു. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, നിനക്ക് വേറൊരു അബദ്ധവും പറ്റിയിട്ടില്ലല്ലോ. നിന്റെ തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചു അമലു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കല്യാണി ഇതെല്ലാം കേൾക്കുക. കല്യാണിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കണം. എത്രയും പെട്ടെന്നോ? അതെ, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം. ഞാൻ പറഞ്ഞല്ലോ വേലുവേട്ടാ, എന്നെ കല്യാണം കഴിക്കേണ്ട വേലുവേട്ടാ, ഞാൻ ചീത്തയാണ്. അമലു, ഇനി അങ്ങനെ ഒരു സംസാരം വേണ്ട. നീ ചീത്തയാണോ ഇല്ലേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയരുത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ കിരൺ സാറിനോട് പറഞ്ഞിട്ടെ നമുക്കിവിടെ ഒരു നല്ലൊരു വീടും സ്ഥലവും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് നോക്കണം. കിരൺ സാർ അതൊക്കെ ചെയ്യാനായിട്ട് റെഡിയാണ്. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്നേ, നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയില്ല. പിന്നെ ഈ കാർത്തിക ചേച്ചിയുടെ അമ്മയില്ലേ, കാർത്തിക ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ നല്ല പണമുണ്ട്, അവർക്ക് ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ ഈ തേനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരാ തേൻ എടുത്തോളാന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ നാടൻ തേനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലഞ്ഞു നടക്കണ്ടല്ലോ, നമുക്കതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ കല്യാണിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വേലുവിൻ്റെ മനസ്സിലെ ആ ഒരു ആത്മാർത്ഥത കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് സങ്കടം വരികയാണ്. അപ്പോൾ അമലു ആണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമലു, നമ്മളുടെ ജീവിതം ഇനിതേ പൊടി പൊടിക്കാനായിട്ട് പോവാണ്. അവൻ പോട്ടേന്നേ, അവൻ വരുമ്പോഴേക്കും ഞാൻ വെട്ടി നുറുക്കാൻ വേണ്ടി തന്നെയാണ് കാർത്തേച്ചിയുടെ കല്യാണം വരെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനു വേണ്ടി തന്നെ. പിന്നെ കാട് വിട്ടൊന്നും നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ലല്ലോ, കാടെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. കാട്ടിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അത് കിരൺ സാറ് ഏറ്റുവെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കിരൺ സാറും കല്യാണി സാറമ്മയും ഒക്കെ ഈ കല്യാണം നടത്തിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല അമലു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ കല്യാണി ഇതെല്ലാം കേട്ട് കല്യാണി കണ്ണീരെല്ലാം തുടച്ച് കല്യാണി ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തശ്ശി വരുന്നത്. അപ്പം മുത്തശ്ശി നേരെ കല്യാണം എടുത്ത് ചോദിക്കുകയാണ്, മോളെ അബോർഷൻ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്താ മുത്തശ്ശി ഇതെന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കണം. അതാ ഞാൻ ചോദിച്ചത്, കുഞ്ഞിനെ കളഞ്ഞുവെന്ന്. മോളെ കല്യാണി, എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത്. അതിന് കുഞ്ഞിനെ കളയാനൊന്നും പോയതല്ലല്ലോ, മുത്തശ്ശീനോട് ആരാണ് ഞാൻ ആവശ്യം പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എൻ്റെ പൊന്നു മോളെ, ആ കൊച്ചിൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. പിന്നീട് മോള് ഗ്യാസാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറച്ചു വെച്ചു. പക്ഷേ അറിയാലോ, ഈ മുത്തശ്ശി പഴയ മുത്തശ്ശിയല്ല, ഇപ്പോൾ പുതിയ നാവാണ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോടും തുറന്നു പറയാനായിട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ മുത്തശ്ശിയോട് സത്യം തുറന്നു പറ, ആ കൊച്ചിൻ്റെ കുഞ്ഞിനെ കളഞ്ഞില്ലേ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതേ മുത്തശ്ശി, അതിനുവേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ വേലുവിനോട് യാതൊരു കാരണവശാലും ഈ സത്യം തുറന്നു പറയരുത്. ഞാൻ പറയില്ല, കാരണം ആ കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് പിടച്ചു പോകില്ലേ, ആ വൃത്തികെട്ടവൻ്റെ കുഞ്ഞല്ലേ. അതുകൊണ്ട് അതില്ലാതായിക്കോട്ടെ, അതിന് ഒരു നഷ്ടവും ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല മോളെ. ഞാൻ യാതൊരു കാരണവശാലും ഇതൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാവ് പഴക്കില്ലെന്ന്. എനിക്കറിയായിരുന്നു അതിൻ്റെ വയറ്റിലുണ്ടെന്ന്. പക്ഷേ നിങ്ങളാരും സമ്മതിച്ചില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത്ര നേരം വൈകിയതും എനിക്ക് മനസ്സിലായായിരുന്നു ഇതെല്ലാം നടത്താൻ വേണ്ടിയാണെന്ന്. അവനെ വെച്ചേക്കരുത് മോളെ, എത്ര പേരുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് തീർക്കണം. നിങ്ങൾ ആരും കുറ്റമാക്കണ്ട, അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം. എൻ്റെ ജീവിതം ഏതായാലും അവസാനിച്ചതാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു പേടിയില്ല മോളെ എന്നൊക്കെ മുത്തശ്ശി പറയാണ്. മുത്തശ്ശിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ കല്യാണിക്ക് ഭയങ്കര ഇങ്ങനെ സങ്കടവും തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരണും അതേപോലെ തന്നെ രതീഷും എല്ലാവരും കൂടി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രതീഷ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ആരോ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രതീഷിന് എന്തൊരു ഡൗട്ട്. അതെ കിരൺ സാറേ അത് നോക്കി, ദേ ഒരുത്തൻ വന്നതേ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിരൺ കാണുകയാണ് ഈ സീൻ. അപ്പോൾ കിരൺ ആണെങ്കിൽ ഒന്നും നോക്കാതെ അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ കിരൺ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക്. അപ്പോൾ മതിൽ ചാടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും വണ്ടി എടുത്ത് പോയി കഴിഞ്ഞിരിക്കുന്നതേ അവൻ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയതാണ്. അപ്പോഴേക്കും കാദംബരി വന്നിട്ട് അത് ഗംഗാപ്രസാദ് ഒന്നും ആയിരിക്കില്ലെന്നേ, ഗംഗാപ്രസാദ് വിട്ടാൽ വേറെ ആരെങ്കിലും ആയിരിക്കുള്ളൂ, എന്നാലും എന്നെ കണ്ടപ്പോഴാണ് അവൻ ഓടിക്കളഞ്ഞത്, അപ്പോൾ അവനടച്ച ആൾ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ഇടയിൽ ആരൊക്കെ ഗൂഢാലോചന കൂട്ടി നിൽക്കുന്നുണ്ട് എന്ന് കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് നിന്നല്ലേ മതിയാവുള്ളൂ, എല്ലായിടത്തും കണ്ണ് ഓടിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അവർ ഈ വീട് കിടക്കും, അതിന് നമ്മൾ കടന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ കിരൺ സാറേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിലീപിൻ്റെ വീട് കണ്ടെത്തണമല്ലോ. അപ്പോൾ ഗുണ്ടകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാപ്രസാദ് ചോദിക്കുകയാണ്, അവൻ്റെ വീട് കണ്ടോ, അവൻ്റെ വീട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഞങ്ങൾ അവൻ്റെ വീട് കണ്ടുപിടിച്ചു, അവൻ്റെ ലൊക്കേഷനും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യണം. ഏതായാലും അവൻ്റെ വീട്ടിലേക്ക് ഇനി എത്താനായിട്ട് അധികം താമസമില്ല. അവനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം മുടങ്ങുമല്ലോ, ആ കല്യാണം നടക്കുമില്ല. പിന്നെ അവളെയും അവളുടെ തള്ളയെയും ഒതുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പാളി പോവുകയാണല്ലോ, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തോ ഭാഗ്യം അവരിലിങ്ങനെ കുടിയേറിയിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ്റെ ആണ്ട് വരികയാണ്. അച്ഛൻ്റെ ആണ്ട് സമയത്തെ ഞാൻ തീരാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ആണ്ട് സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകാതെ അവരെ അഴക്കണം, തള്ളയെയും മോളെയും അച്ഛൻ്റെ അടുത്തേക്ക് അഴക്കണം, അതാണ് ഇനി വേണ്ടത്. അത്രയും ഇനി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ പറയാണ്. ഗംഗ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലോ? അങ്ങനെ ഞാൻ പിടിക്കപ്പെടാനായിട്ട് സമ്മതിക്കില്ലല്ലോ. അവരെയും കൊന്ന് ഞാനൊരു മനുഷ്യ ബോംബായിട്ട് തീരും അവിടെ, അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ഗംഗാപ്രസാദ് പറയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? അതെ, സ്റ്റെഫിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അവളെ വിട്ടു പോകാനായിട്ട് എനിക്കൊരു മനസ്സുമില്ല, അവളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാം. പക്ഷേ വേറൊരു നിവൃത്തിയില്ലല്ലോ, പോയാൽ പോകാതിരിക്കാനും സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അങ്ങനെ കാർത്തിക നേരെ ദിലീപിനെ വിളിക്കുകയാണ്. എന്താണ് ദിലീപേട്ടാ, വിളിക്കാറൊന്നുമില്ലല്ലോ, ഇതെന്ത് പറ്റി, എന്താ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് വേറൊന്നും കൊണ്ടല്ലെന്നേ കാർത്തിക, ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ അടിച്ച് പൊളിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് നിന്നെ വിളിച്ച് മാറി നിൽക്കുന്നത്, അതുകൊണ്ടാണ് കാർത്തിക നിന്നെ വിളിക്കാതിരുന്നത്. എന്തെങ്കിലും ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ദിലീപേട്ടാ, ഗംഗാപ്രസാദിനെ സൂക്ഷിക്കണം, അവൻ ഏത് സമയത്തും ഏത് വീട്ടിലേക്കും കടന്നു വരാം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാർത്തികേ, നീ ധൈര്യമായിട്ടിരിക്കുക. നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. നാളെയോ? മറ്റന്നാൾ വരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ തന്നെ നാളെ തന്നെ ആക്കിയത്? മറ്റന്നാളാണല്ലോ നമ്മുടെ കല്യാണം. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിലൊരാളെ നാളെ തന്നെ പോവാണ്. അപ്പം അതിനു മുമ്പ് തന്നെ നിന്നെ വന്ന് കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അവനൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്നാലും ദിലീപേട്ടാ അത് ശരിയാണോ? ആകെ ഇവിടെ പേടിച്ച് വരച്ചൊരവസ്ഥയിലാണ്. ഒന്നും പേടിക്കണ്ട, ഞാൻ ഏതായാലും വരും തന്നെ കാണാൻ. ശരി ദിലീപേട്ടാ, ഇനിയിപ്പോൾ വരാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, വന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഫോൺ വെച്ചോട്ടെ. ശരി ദിലീപേട്ടാ, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. അപ്പം നമ്മുടെ കാർത്തിയുടെ അമ്മ വരെ ലക്ഷ്മി വന്നിട്ട് ചോദിക്കണം, മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദിലീപേട്ടൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, ഏതോ ഒരു ഫ്രണ്ട് പുറത്തേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നെ കാണാൻ വരാനും സംസാരിക്കാനും ഒക്കെയാണ് ദിലീപേട്ടൻ വരുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ രീതിയിൽ സംസാരിക്കും. മോളെ ഏതായാലും സൂക്ഷിക്കണം, അവൻ ഏത് നിമിഷവും പതുങ്ങിയിരിക്കുന്നുണ്ടാവും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തന്നെ. നിന്നെ ഇല്ലാതാക്കുക, അതേ പിന്നെ കല്യാണം മുടങ്ങുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കിയില്ലെങ്കിലും അവന് കല്യാണം മുടങ്ങിയാൽ മതി. ആ ഗംഗാപ്രസാദിന് കല്യാണം മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് നിമിഷവും കാത്തിരുന്ന് നമ്മളെ തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മോളെ സൂക്ഷിക്കണം. ദിലീപിനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിലീപിന് ഓവർ കോൺഫിഡൻസ് ആണ്.
അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് കൂടുതൽ പറയാനായിട്ട് പറ്റുന്നില്ല. ഓവർ കോൺഫിഡൻസ് വേണ്ടെന്ന് പറ. അവനെക്കുറിച്ച് ദിലീപിനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക അമ്മയെ വിളിക്കണം. അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മേ, ഇനി 2 ദിവസം കൂടി ഞാൻ അമ്മയുടെ കൂടെ ഉള്ളു. അതുകൊണ്ട് എൻ്റെ കൂടെ കിടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ മോളോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് ഒരുമിച്ച് കിടക്കാം. അപകടങ്ങൾ പതുങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇനി ഒറ്റക്ക് കിടക്കാനൊന്നും പറ്റില്ല. ഞാൻ മരുന്ന് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ്. അപ്പം മനോഹറാണെങ്കിൽ പരോളിന് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മനോഹരനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എൻ്റെ മോളെ എനിക്ക് കാണണം, എൻ്റെ മോളെ അടുത്തൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. പക്ഷേ എന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് സരയു. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ മോളെ എനിക്ക് കണ്ടാൽ മാത്രം മതി, അവളോടൊന്ന് സംസാരിച്ചാൽ മതി. എൻ്റെ മോളെ നിന്ന് എടുത്ത് എനിക്ക് എല്ലായിടത്തും ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ മനോഹർ പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.